ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. പരിപ്പ് 1.5 കപ്പ്, 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് 1 പാല് 3.5 കപ്പ്, 2 പാല് 5 കപ്പ്, 2 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര 400 ഗ്രാം, ഏലക്കായ 5 എണ്ണം, മുന്തിരി, കശുവണ്ടി, തേങ്ങാക്കൊത്ത് ഇത് നെയ്യിൽ വറുത്ത് ചേർക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് പായസം റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ചെറുപരിപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇതിലേക്ക് നമുക്ക് ചെറുപരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു വറുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. ഇങ്ങനെ നെയ്യിലിട്ട് വറുത്ത് റെഡിയാക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇത് ചെറുതായി ഒന്ന് പൊട്ടി വരും, അതുപോലെ ലൈറ്റ് ഗോൾഡ് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റുവാണ്. ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആവശ്യമുണ്ട്. 400 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവട്ടെ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഇതിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാൻ വറുത്തുവരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യോടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 6-7 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരും. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇത് ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് 10-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരുവിധം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. 1 പാല് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പായസം പിരിഞ്ഞതുപോലെ ആവും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് പൊടിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.